നമസ്കാരം, എല്ലാവർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. SCERT കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ ഓരോ ചാപ്റ്റേഴ്സുമാണ് കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ച് 9ാം ക്ലാസ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ 10ാം ക്ലാസ്സിലെ 7 ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതിൽ സബ്ഷെൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ ഇലക്ട്രോൺ കോൺഫിഗറേഷനായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല, എന്നാൽ കൂടി എല്ലാ കാര്യങ്ങളും PSCക്ക് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വായിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റും കൂടി വായിച്ചു നോക്കുക. ആദ്യം എന്താണ്? ആറ്റം ഘടനയുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ സമഗ്രമായി വർഗീകരിച്ചു കൊണ്ടുള്ള പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു പീരിയോഡിക് ടേബിൾ, പിന്നെ എന്താണ് ബോർ മോഡലൊക്കെ പഠിച്ചതായിരുന്നു. അപ്പം അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 9ാം ക്ലാസ്സിലൊരു പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരെ പറ്റി, ഇപ്പോൾ ലാവോസിയനെ പറ്റി, പിന്നെ മൂലകങ്ങളെ ത്രികങ്ങളാക്കി തരംതിരിച്ചതാരായിരുന്നു? ഡോബറൈനറാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ? ആറ്റം ഘടനയുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ സമഗ്രമായി വർഗീകരിച്ചു കൊണ്ടുള്ള പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഷെല്ലിനെ പറ്റിയിട്ടാണ്. സബ് ഷെൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സബ് ഷെല്ലുകൾക്ക് SPDF എന്ന പേര് കൊടുത്തിരിക്കുന്നു. സബ് ഷെല്ലിൻ്റെ പേരെന്തൊക്കെയാണ്? SPDF. മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് SPDF വന്നത്. എന്തൊക്കെയാണ്? ഷാർപ്പ്, പ്രിൻസിപ്പിൾ, ഡിഫ്യൂസ്, ഫണ്ടമെൻ്റൽ. S ഫോർ ഷാർപ്പ്, P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ് ആൻഡ് F ഫണ്ടമെൻ്റൽ പഠിച്ചു വയ്ക്കണം. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ നിലകൾ തന്നെ ഉപ ഊർജ നിലകൾ ഉണ്ട്. അപ്പോൾ പ്രധാന ഊർജ നിലകളിൽ തന്നെ എന്തുണ്ട്? ഉപ ഊർജ നിലകൾ. അതായത് ആദ്യം ഷെല്ല്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? സബ് ഷെല്ല് ഉണ്ട്. ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളുണ്ട്. അവ ഓർബിറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സബ് ഷെല്ല് അല്ലെങ്കിൽ ഉപ ഊർജ നിലകൾ എന്ന് പറയും. ഏതൊക്കെയാണ്? SPDF ആണ് സബ് ഷെല്ല് അഥവാ ഉപ ഊർജ നിലകൾ. S ഫോർ ഷാർപ്പ്, P ഫോർ പ്രിൻസിപ്പിൾ, D ഫോർ ഡിഫ്യൂസ് ആൻഡ് F ഫോർ ഫണ്ടമെൻ്റൽ. ഇനി ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലയെ നമ്മൾ എന്ത് പറയും? ഓർബിറ്റ് എന്ന് പറയുന്നതിന് ഇവിടെ ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 2 ആണ്. S സബ് ഷെല്ലിൽ ഇത്തരത്തിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. Sൽ 1 മാത്രമേ ഉള്ളൂ. അതിന് എന്താകൃതിയാണ്? ഗോളാകൃതിയാണ്. അപ്പോൾ ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. സബ് ഷെല്ലിൻ്റെ ആകൃതി എത്രയാകും? ആകൃതി എന്താണ്? ഗോളാകൃതിയാണ്. അതിൽ എത്ര ഓർബിറ്റലുകളുണ്ട്? ഒരെണ്ണമാണ് ഉള്ളത്. ഇനി P സബ് ഷെല്ലിലേക്ക് പോവുകയാണെങ്കിലോ അവിടെ 3 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. P സബ് ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഇതിന് ഡംബലിൻ്റെ ആകൃതിയാണ് ഉള്ളത്. ഡംബലിൻ്റെ ആകൃതി ഉള്ളത് P ആണ് കേട്ടോ. Pന് ഡംബലിൻ്റെ ആകൃതിയാണുള്ളത്. ഇനി D സബ് ഷെല്ലുകളിൽ 5 ഓർബിറ്റലുകളും F സബ് ഷെല്ലിൽ 7 ഓർബിറ്റലുകളും ഉണ്ട്. ഈ ഓർബിറ്റുകളുടെ ആകൃതി സങ്കീർണമാണ്. അപ്പോൾ ഇവിടെ നോക്കി, S സബ് ഷെൽ എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്. P എന്ന് പറയുന്നത് ഒരു ഡംബൽ. P തന്നെ എഴുതി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടൂലേ? P, ആ ഒരു ഇത് ഓർത്താൽ മതി. അപ്പം ഡംബലിൻ്റെ ആകൃതിയാണ് ഇതിന് P സബ് ഷെല്ലിന് ഉള്ളത്. ഇനി പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ബോർ മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഊർജ്ജ നിലകൾ കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ ബോർ മാതൃകയിൽ
ബോർ മാതൃക ആരുടെ? നീൽസ് ബോർ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാതൃകയിൽ പറഞ്ഞ കാര്യമാണ്. ഇനി എന്താ പറയുന്നത്? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞു വരികയും ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു, ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞു വരുന്നു. ഇനി ഓരോന്നിൻ്റെ ഇവിടെ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ, ആർഗണിൻ്റെയൊക്കെ സോഡിയത്തിൻ്റെയും ആർഗണിൻ്റെയും ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ഏത് ഷെല്ലാണ് വരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നോക്കിയേ, പിന്നെ ഒരു കാര്യം, പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മളത് നോക്കിയതായിരുന്നു കഴിഞ്ഞ തവണ. ഓർമ്മയുണ്ടോ? 2881 ആണ് വന്നത് പൊട്ടാസ്യത്തിൻ്റെ. എന്തുകൊണ്ടാണ് 2881 വന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പീരിയോഡിക് ടേബിൾ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പറയുന്നുണ്ടായിരുന്നു എന്താണ്, അഷ്ടക നിയമമൊക്കെ പറ്റി പഠിച്ച്, ഒക്ടോവ്സിനെ പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക. അപ്പം ബേസിക് എന്ന രീതിയിൽ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ 9, 10 ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വരുവാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2881 ആണ്. ആറ്റം ഘടനയെക്കുറിച്ച് ലളിതമായ വിശദീകരണമാണ് ബോർ മാതൃക. ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സ്ഥാനവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ബോർ മാതൃകയുടെ പരിമിതി ബോധ്യപ്പെടുകയും പുതിയ പരികൽപ്പനകൾ രൂപപ്പെടുകയും ചെയ്തു. ഇത് പ്രകാരം ഓരോ ഊർജ നിലകളിലുമുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ നിലകളിലാണ്, അതായത് സബ് എനർജി ലെവലിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ നിലകളെ സബ് ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെയത്? SPDF എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. K ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുകളുണ്ട്. Kയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ നില മാത്രമേ ഉള്ളൂ. ഓരോ ഊർജ നിലയിലും അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം സബ് ഷെല്ലാണ് ഉണ്ടാകുന്നത്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ K ഷെല്ലിൽ S മാത്രം, എല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം, എസ്സും പിയും. എമ്മിൽ എത്ര എണ്ണം ഉണ്ട്? SPD. അതെ, ഇവിടെ നോക്കി, ഷെൽ നമ്പറും സബ് ഷെല്ലുകളും കൊടുത്തിട്ടുണ്ട്. ഷെൽ നമ്പർ 1 S, 2 എസ്സും പിയും, 3 SPD, 4 SPDF. ഒന്നാമത്തെ ഷെല്ലെന്ന് പറയുന്നത് K. ഓക്കെ, അടുത്ത ഷെല്ല് L, KL M N, അങ്ങനെയല്ലേ വരുന്നത്? അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒന്നാം ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കാനായി 1S, രണ്ടാം ഷെല്ലിലെ S സബ് ഷെല്ലാണെങ്കിൽ 2S, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1S 2S എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി സബ് ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ, അത് നമുക്ക് ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. S 2 ആണ്, S 2, P 6, പിന്നെ D 10, F 14. അങ്ങനെ 4 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. S എന്നുള്ളത് 2 ആണ് ഓർത്ത് വെച്ചാൽ 4 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് കിട്ടും. ഇനി സബ് ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം എന്താണ്? ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഊർജം കൂടി വരുന്ന രൂപത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. അതിനെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. എന്താണ് പറഞ്ഞത്? എന്താ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. അതാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മൂലക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ ആറ്റോമിക നമ്പറിന് സമമാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിന് സമമാണ്? ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്നതാണ് Z അല്ലേ? അപ്പോൾ ആറ്റോമിക് നമ്പറിന് സമമാണ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെയുള്ളതൊക്കെ കുറേ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാനുള്ളത്. അതിന് ലാസ്റ്റ് പറഞ്ഞു തരാം, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം.
ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെയും ഇടതുവശത്ത് ചേർന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. എന്താ പറയുന്നത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ എന്തിനാ? ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഓരോ നോക്കി, 1s2 എന്ന് പറഞ്ഞാൽ 1 എന്ന് വെച്ചാൽ എന്താണ്? ഷെൽ നമ്പർ, ഒന്നാം ഷെല്ല്. പിന്നെ s2, അതിൽ 2 എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നോക്കി, നൈട്രജൻ്റെ 7 ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7. അപ്പോൾ അതെങ്ങനെയാണ് സബ്ഷെല്ലിൽ വന്നിരിക്കുന്നത്? 1s2 2s2. ഒന്നിൽ ഒരു എസ് മാത്രമല്ലേ ഉള്ളൂ, കെ എന്ന് പറയുന്നത് ഒരു എസ്സേ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കൊണ്ടു 2. പിന്നെ 2s2, എസ്സിൽ 2 എണ്ണമാണ് മാക്സിമം കൊള്ളുള്ളൂ. പിന്നെ 2p3, 2pയിലേക്ക് എത്ര പോയി? 3 പോയി. അപ്പോൾ 7 ആയതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ, അതായത് ഇത് നമ്മൾ പഠിച്ചാലാണ്, നമ്മൾ പണ്ട് പഠിച്ചതാണ് ആദ്യം എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്, ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ. അപ്പം നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ 1s 2s 2p 3s 3p 3d അങ്ങനെ എഴുതിപ്പോയിട്ട് ഇങ്ങനെ ചെരിച്ച് ഇതിന് കൊടുക്കുന്നു അല്ലേ? ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടാൻ നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നമുക്ക് അങ്ങനെ ആവശ്യമില്ല. പക്ഷെ എന്നാലും പഠിച്ചിരിക്കണം, ഡിഗ്രി ലെവലിലേക്കുള്ളതിന് നമ്മളിത് നോക്കിയിരിക്കണം. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്ന മറ്റൊരു രീതി കൂടി പരിചയപ്പെടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 1s2 2s2 അങ്ങനെ പറഞ്ഞ് പോവുകയാണ്. ഇവിടെ വേറൊരു കാര്യമുള്ളത്, ആരുടെയായിരുന്നു? ക്രോമിയത്തിൻ്റെ വ്യത്യാസമുണ്ട്. ക്രോമിയത്തിൻ്റെ എത്ര? 24 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. നമുക്ക് നോക്കാം. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്ന മറ്റൊരു രീതി കൂടി പരിചയപ്പെടാം. അതായത് ആറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ടു മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതിയാൽ മതിയാകും. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചേക്കുന്നത് നോക്കിയേ, പൊട്ടാസ്യത്തിൻ്റെ 19 ആണ്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s1 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യത്തിൻ്റെ തൊട്ട് മുമ്പുള്ളത് 19 ആണ്. അതിൻ്റെ തൊട്ട് മുമ്പ് 18 ആരുടേതാണ്? ആർഗൺ ആണ് അല്ലേ? ആർഗണിൻ്റെ 18 ആണ്. അപ്പോൾ ആർഗണിൻ്റെ നമുക്ക് ഈ 3p6 വരെയുള്ളത് ആർഗണിൻ്റെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? ആർഗണിൻ്റെ പ്രതീകം ചേർത്ത് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെ എഴുതാം. ആർഗൺ AR എന്ന് എഴുതുക. എന്നിട്ട് ബാലൻസ് ഏതാണോ അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 4s1 ആണ് ബാലൻസ് വരുന്നത്, അത് മാത്രം എഴുതിയാൽ മതി. ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എന്താണ്? നോബൽ ഗ്യാസ് ഉത്കൃഷ്ട വാതകമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം വെച്ചുകൊണ്ട് എഴുതുന്ന രീതിയാണ് ഇത്. ഇവിടെ നോക്കിയതേ കണ്ട, ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിന് പ്രത്യേകതയുണ്ട്. എന്താ നമുക്ക് നോക്കാം. ക്രോമിയത്തിൻ്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്നാണ്. എന്തുകൊണ്ടാണ് 3d5 എന്നായത്? നമുക്കറിയാം, ഇപ്പം s2 p6 d10 f14 ഇങ്ങനെയാണല്ലോ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. ഇത്ര ഇലക്ട്രോൺ പറ്റും, പക്ഷേ ഡിയിൽ 10 പറ്റും. എന്നാൽ ഇവിടെ ഡിയിൽ 5 കൊടുത്തിട്ടുള്ളൂ, ബാക്കി അടുത്ത എസ്സിലേക്ക് 4s വന്നത്. എന്തുകൊണ്ടാണ് അതെന്ന് നമുക്ക് നോക്കാം. ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ഈ സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ, അതായത് D10 എന്ന് പറയുന്നതോ പകുതി മാത്രം
D10ൻ്റെ പകുതി D5 അല്ലേ, പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ D4s2, D9s2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ F സബ്ഷെല്ലിലും F7, F14 ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അപ്പോൾ ഡിക്കും എഫിനും എന്താ പ്രത്യേകത? ഒന്നെങ്കിൽ ഫുള്ള് അല്ലെങ്കിൽ പകുതി, അതാണെങ്കിൽ സ്ഥിരത കൂടുതൽ. അപ്പോൾ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 3D5ഉം അത് കഴിഞ്ഞ് 4sലേക്ക് 1ഉം പോയത്. ക്രോമിയം, കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാകുന്നത്. അപ്പോൾ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അവ SPDF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകളായി ക്രമീകരിച്ചിട്ടുണ്ട്. ഏതാ എസ്? ഇതാണ് എസ്. പിന്നെ ഇവിടെയാണ് പി, SPD, താഴെയുള്ളത് എഫ്. ഇതാണ് SPDF എന്ന് പറയുന്നത്. അവസാന ഇലക്ട്രോൺ പൂരകം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലും 13 മുതൽ 18 വരെയുള്ള പി ബ്ലോക്കിലും 3 മുതൽ 12 വരെയുള്ളത് ഡി ബ്ലോക്കിലും എഫ് ബ്ലോക്കിൽ എന്താണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിന് ചുവടെയുള്ള 2 പ്രത്യേക നിരകളിലുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏത് സബ്ഷെല്ലിലാണോ വരുന്നത്, അവസാന ഇലക്ട്രോൺ പൂരകം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകത്തിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിരീഡും ഗ്രൂപ്പും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് എന്ത് പിരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിളിൽ ബെറീലിയത്തിൻ്റെ എന്താ 2s2 ആണ്. ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ ഏതാണ്? 2 ആണ്. അപ്പോൾ പിരീഡ് ഏതാണ്? 2 ആണ് വരുന്നത്. ഓക്കെ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ പിരീഡ് നമ്പർ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നോക്കാം. 2s1 അവസാന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1 ആണ്. നോക്കിയേ, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ എസ് സബ്ഷെല്ലിൽ എത്ര എണ്ണമുണ്ടോ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇവിടെ എസ് സബ്ഷെല്ലിൽ എത്രയാണ്? 1. ഇവിടെ 1. അപ്പോൾ ഇതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇവിടെ 2. അപ്പോൾ 2 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പൊതുവായ സവിശേഷതകളാണ് നമുക്ക് നോക്കാനുള്ളത്. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെട്ടവയാണ് എസ് ബ്ലോക്ക് മൂലകം. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹവും ഉണ്ട് അല്ലേ. ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമുള്ളവയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായി അയോണിക സംയുക്തങ്ങളാണ് നിർമ്മിക്കുന്നത്. അയോണിക സംയുക്തങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നവയാണ്. നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നവയാണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇടതുഭാഗത്തുള്ളവയാണ് എസ് ബ്ലോക്ക് അല്ലേ. എസ് നമ്മൾ കണ്ടതാണ് SPDF എങ്ങനെയാണെന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ബാക്കി പ്രത്യേകത? ലോഹ സ്വഭാവമാണ്. പിന്നെ ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജം കുറവാണ്, നെഗറ്റിവിറ്റിയും കുറവാണ്. അപ്പോൾ എസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണോ എന്ന് പഠിച്ചു. ഇനി പി ബ്ലോക്ക് ആണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ് ഏത് വരുന്നത്? പി ബ്ലോക്ക്. ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പോൾ പി ഇലക്ട്രോൺ ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ എത്രയാണോ പി ഇലക്ട്രോൺ എന്ന് നോക്കുക, അതിൻ്റെ കൂടെ എത്ര കൂട്ടുക? 12 കൂട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രൂപ്പ് കിട്ടും. 12 കൂട്ടിയാൽ ഏതിൻ്റെ ഗ്രൂപ്പ് കിട്ടും? പിയുടെ ഗ്രൂപ്പ് കിട്ടും.
വ്യത്യസ്ത വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മൂലകങ്ങൾ പി ബ്ലോക്കിലുണ്ട്. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഏതിലുണ്ട്? പി ബ്ലോക്കിലുണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് ഡിഗ്രി ലെവലിലൊക്കെ ഈ രീതിയിൽ തന്നെ പഠിക്കണം കേട്ടോ. ശരിക്കും എസ് ഏതൊക്കെയാണ്, പി ഏതൊക്കെയാണ്, ആ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഈ കെമിസ്ട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകവും എവിടെയാണ്? പി ബ്ലോക്കിലാണ്. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ എങ്ങനെയാണ്? ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിനോടൊപ്പം തന്നെ ഡിയും കൂടി കൂട്ടുക. ഇനി എന്തൊക്കെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത നോക്കി. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. ഇവ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും അറിയപ്പെടുന്നു. എന്താണ് ഈ പെൻ അൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ചുറ്റും ഷെല്ലുണ്ട്. ഇപ്പോൾ ഏറ്റവും പുറത്തുള്ളതിന് നമ്മൾ അൾട്ടിമേറ്റ് എന്ന് പറയും. തൊട്ട് മുമ്പുള്ളതാണ് പെൻ അൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ഇനി 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, CdHg എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ, സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എസ്, പി എന്നീ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട് അല്ലേ? ഇവയിൽ ഓരോ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഒരുപോലെ ആയിരിക്കുന്നത്. ഇനി സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പിരീഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പിരീഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പൂൾ ചെയ്യുമല്ലോ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പൂൾ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ നോക്കാം. രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് എന്താണ് സംയോജകത, എങ്ങനെ വാലൻസി കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലെ ഡി ഇലക്ട്രോണുകളും പങ്കെടുക്കുന്നു. ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമത്തിലല്ല ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത്. അതായത് ബാഹ്യതമ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ ആദ്യം നഷ്ടപ്പെടുന്നത്. ഇനി സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ് ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലെ ഡി സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ടു ഉള്ളിലെ ഡി സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. ചിലപ്പോൾ സയൻസായി റിലേറ്റ് ചെയ്തിട്ടല്ലാത്തുള്ള കൊമേഴ്സൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇതായി റിലേറ്റ് ചെയ്ത 2-3 കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. ഇനി എസ്, പി എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ ഡി സബ് ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്താണ്.
എസ് പി എസും പിയും എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യധമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ ഡി സബ് ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിന് എന്ത് ചെയ്യും? ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. ഇനി സംക്രമണ മൂലകങ്ങളുടെ ചില സംയുക്തങ്ങൾ, ഇത് നിറമുള്ള സംയുക്തങ്ങൾ എന്ന രീതിയിൽ ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലൊക്കെ ചോദിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. സംക്രമണ മൂലകങ്ങളുടെ ചില സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ ഫെറസ് സൾഫേറ്റ് എന്നിവ. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. അപ്പോൾ പല സംയുക്തങ്ങളും, മിക്ക സംയുക്തങ്ങളും എങ്ങനെയുള്ളതാണ്? നിറമുള്ളവയാണ്. അടുത്തൊരു ബോക്സ് നോക്കിയേ. ഉൽപ്രേരകമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് റിലേറ്റ് ചെയ്തിട്ട് എന്താ പറയുന്നതെന്ന് നോക്കാം. സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണിത്. ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സാധാരണയായി സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ധാരാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെൻഡോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയോൺ, സസ്യ എണ്ണകളുടെ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവ ഇവയിൽ ചില ഉദാഹരണങ്ങളാണ്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ഇതിന് ഒരു കാരണം. അപ്പം സംക്രമണ മൂലകങ്ങളുടെ ആ ഡി ബ്ലോക്ക് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അടുത്തത് എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത. എഫ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ളത് കേട്ടോ. എഫ് എന്താണ്? ലാന്തനോയിഡ്. ലാന്തനോയിഡും ആക്ടിനോയിഡും. അതിലെന്താ പറയുന്നത്? ലെന്താനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം താഴെ 2 നിരകളായി ക്രമീകരിച്ചിരിക്കുന്നവയാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യധമ ഷെല്ലിന് തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിൻ്റെ ഉള്ളിലെയും ഉള്ളിലായിരിക്കും. അതായത് നമ്മൾ ആദ്യം കണ്ടു, ഇപ്പം ആദ്യം നമ്മളിങ്ങനെ വരച്ചപ്പോൾ ഏറ്റവും പുറത്തുള്ളതിന് എന്താ പറഞ്ഞത്? അൾട്ടിമേറ്റ്. തൊട്ട് മുമ്പുള്ളത് പെൻ അൾട്ടിമേറ്റ്. ഇത് അതിനു മുമ്പുള്ളതാണ്, അത് ആൻറ്റി അൾട്ടിമേറ്റ്. ഒന്നാമത്തെ നിരയിലുള്ളവ ലാന്തനോയിഡുകൾ എന്നും രണ്ടാമത്തെ നിരയിലുള്ളത് ആക്ടനോയിഡുകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇവ 6, 7 പിരീഡുകളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നു. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ് ഷെല്ലിലാണെങ്കിൽ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി എന്താണ് കേരളത്തിൻ്റെ ധാതു സമ്പത്തിൽ പറയുന്നത്? ലോകത്തെല്ലായിടത്തും ധാതുക്കളുടെ വിന്യാസം ഒരുപോലെയല്ല. നമ്മുടെ കേരളം ചില പ്രത്യേക ധാതുക്കളുടെ സമ്പന്ന ശേഖരത്താൽ അനുഗ്രഹീതമാണ്. മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, ടൂറൽ തുടങ്ങിയ വിവിധങ്ങളായ ധാതുക്കളുടെ കലവറയാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണൽ ശേഖരം. നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. പിന്നെയോ ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റ് എന്ന ധാതുവാണ്. നിയോഡിമം ലോഹം ഉൽപ്പാദിപ്പിക്കുവാനുള്ള അസംസ്കൃത വസ്തുവും മോണോസൈറ്റ് തന്നെ. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ലോഹമാണ് നിയോഡിമിയം. ഉരകല്ലുകൾ അഥവാ ഫ്ലിൻറ്റ് സ്റ്റോൺസ് നിർമ്മിക്കാൻ ആവശ്യമായ സീറിയം ലോഹത്തിൻ്റെ ധാതുവും മോണോസൈറ്റ് ആണ്. അമൂല്യമായ ഈ ധാതുശേഖരം നാം വേണ്ടത്ര പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സെൻറ്റൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ പൂളിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ തരുന്നതായിരിക്കും. ഇനി എന്തൊക്കെയാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്നാണ് ഈ കൊടുത്തിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവയിൽ മിക്കവയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ആക്ടിനോയിഡുകളും ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ പലതും കൃത്രിമ മൂലകങ്ങളുമാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇവയിൽ പലതും ഉൽപ്രേരകങ്ങളായി പെട്രോളിയം വ്യവസായത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഇത് എഫ് ബ്ലോക്കിൻ്റെ ആണ് കേട്ടോ. എഫ് ബ്ലോക്കിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ
പഠിക്കാനുള്ളൂ. ഇത്രയും അല്ല പഠിക്കാനുള്ളൂ, നമുക്ക് കുറച്ചും കൂടി എന്താണ്, എങ്ങനെയൊക്കെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ കൂടി അത് ക്വസ്റ്റ്യൻ പൂൾ വരുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പൂൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഈ ചാപ്റ്ററായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം കാര്യങ്ങൾ, പിന്നെ SPDFൻ്റെ എങ്ങനെ നമുക്ക് ബ്ലോക്ക് കണ്ടെത്താം, ഗ്രൂപ്പ് കണ്ടെത്താം, പീരീഡ് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ ഈ ഒരു ഭാഗം, അതായത് കേരളത്തിൻ്റെ ധാതു സമ്പത്ത് എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്ന കാര്യം, പിന്നെന്താണ്, അത് ഓരോന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നോക്കി ബ്രീഡർ ന്യൂക്ലിയർ അല്ലേ, അവിടെ എന്താണ്, ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്, തോറിയം, അങ്ങനെ ഓർത്താൽ മതി. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏതാണ്, ഇൽമനൈറ്റ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് മാത്രം ഒന്ന് പറഞ്ഞുതരാം. അതായത് കേരളത്തിലെ തീരപ്രദേശത്തെ മണൽ ശേഖരത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ചോദിക്കുകയാണെങ്കിൽ മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടല്. ഓക്കെ, ഈ 4 ഓർത്തു വയ്ക്കുക. മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടല് തുടങ്ങിയവയൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ എന്നിട്ട് നോക്കേണ്ട എന്താണ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഇൽമനൈറ്റ്, അങ്ങനെ പഠിക്കുക. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏതാണ്, ഇൽമനൈറ്റ്. പിന്നെ ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്, തോറിയത്തിൻ്റെ ഉറവിടമായ ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടവും ഏതാണ്, മോണോസൈറ്റ് എന്ന ധാതുവാണ്. അപ്പോൾ തോറിയം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ ഈ തോറിയവും നിയോഡിമിയം എന്നിവ ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു ഏതാണ്, മോണോസൈറ്റ് ആണ്. തോറിയവും നിയോഡിമിയം എന്നിവ ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു ഏതാണ്, മോണോസൈറ്റ് ആണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഏതാ, അത് ഈ നിയോഡിമിയമാണ്. ഓക്കെ, പിന്നെ ഉരകല്ലുകൾ അഥവാ ഫ്ലിൻറ്റ് സ്റ്റോൺസ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സീറിയമാണ്. ഉരകല്ലുകൾ അത് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്, സീറിയമാണ്. സീറിയത്തിൻ്റെ ധാതു ഏതാണ്, അത് മോണോസൈറ്റ് ആണ്. ഇത്രയും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ആ പ്രക്രിയകൾ, ഉൽപ്രേരകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ അല്ലേ, അതും പഠിച്ചു വയ്ക്കാം. ഇവിടെയുള്ള കാര്യം, ഹേബർ പ്രക്രിയയിൽ ഏതാണ്, സ്പോഞ്ചി അയൺ. സമ്പർക്ക പ്രക്രിയയിൽ ഏതാണ്, വനേഡിയം പെൻറ്റോക്സൈഡ്. പിന്നെ സസ്യ എണ്ണകളുടെ ഹൈഡ്രോജനിൽ വഴി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാ, നിക്കലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ അവസാനം ഞാൻ പറഞ്ഞ ഈ 5-8 പോയിന്റ് നിങ്ങൾക്ക് എഴുതി വെച്ച് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എഴുതി വെച്ച് തന്നെ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്